ക്വസ്റ്റ്യൻ നമ്പർ 21. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ കോൺസെപ്റ്റുകൾ കൂടി യൂസ് ചെയ്തേ മതിയാകും. എന്തായാലും നോക്കാം. ക്വസ്റ്റ്യനിൽ ഒരു എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ്. മാത്രമല്ല എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷനകത്ത് രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് എയും ബിയും നമുക്ക് കാണാം. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് y is equal to f of x and y is equal to -20 is alpha plus beta root 3. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെയും y is equal to -20 എന്ന് പറയുന്ന ലൈനിനും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അത് എങ്ങനെയായിരിക്കും കിട്ടുക? ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് 3 മോഡൽ ആയിട്ടുള്ള ഒരു നമ്പർ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് ആൽഫ ഏതാണ് ബീറ്റ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയാണ് ഫൈനലി നമുക്ക് വേണ്ടത്. പക്ഷേ y is equal to f of x നും y is equal to -20 ഇടയിലുള്ള ഏരിയ വേണമെങ്കിൽ ആദ്യം നമുക്ക് y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ കൃത്യമായിട്ട് കിട്ടണം. നമ്മൾ ആദ്യം പറഞ്ഞു എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷനകത്ത് അൺനോൺ ക്വാണ്ടിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ആ എയും ബിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ എയും ബിയും ഒക്കെ കണ്ടുപിടിക്കാൻ എന്ത് കോൺസെപ്റ്റാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? അവർ പറഞ്ഞിരിക്കുന്നു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവ്രിവെയർ ഡിഫറൻഷ്യബിൾ ആണ്. നമുക്കറിയാം ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എപ്പോഴും കണ്ടിന്യൂസ് ആണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ വണ്ണിലും കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. വണ്ണിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി വണ്ണിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തേ മതിയാകൂ. വണ്ണിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകണം. അപ്പോൾ എന്തായാലും വണ്ണിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ണിലെ ലെഫ്റ്റ് ലിമിറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് is equal to limit x tends to 1. 1ന്റെ ലെഫ്റ്റിലേക്കുള്ള എക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്താണ്? -3ax² - 2 അല്ലേ? എക്സ് ടെൻസ് ടു 1 എന്നായതുകൊണ്ട് എക്സിന് 1 കൊടുക്കാം. സോ -3a - 2 ഇതല്ലേ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതേപോലെ ഞാൻ റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുന്നു. റൈറ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. എക്സിന്റെ 1ന്റെ റൈറ്റിലേക്കുള്ള എക്സുകൾ എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ഏതാ? a² + bx ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന് 1 കൊടുത്താൽ ഇത് എന്താകും? a² + b ആകത്തില്ലേ? പക്ഷെ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് -3a - 2ഉം അതുപോലെ തന്നെ a² + bയും ഇക്വേറ്റ് ചെയ്യാമല്ലോ അല്ലെ? അപ്പൊ ദാ എയിലും ബിയിലുമുള്ള ഒരു ഇക്വേഷൻ കിട്ടി. പക്ഷേ ഒരു ഇക്വേഷൻ മാത്രം കൊണ്ട് എയും ബിയും കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ വി നീഡ് അനദർ ഇക്വേഷൻ ഇൻ എ ആൻഡ് ബി. അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണെന്നുള്ള കണ്ടീഷനും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. എഫ് ഡിഫറൻഷ്യബിൾ ആണ് എല്ലായിടത്തും അല്ലെ? അതുകൊണ്ട് തന്നെ വണ്ണിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കുമല്ലോ. വണ്ണിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ വണ്ണിലുള്ള ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയേ മതിയാകൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് f' ഒന്ന് എഴുതി വെക്കാം. f' is equal to ഓക്കെ എക്സ് <(1) ആണെങ്കിൽ -3ax² - 2 അല്ലേ എന്തായിട്ട് വരിക? എഫ് ഓഫ് എക്സ് ആയിട്ട് വരിക. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതെന്താ കിട്ടുക? -6ax എന്നല്ലേ കിട്ടുക. ഇതെപ്പോഴാണ്? വെൻ x <(1). ഇനി അതുപോലെ തന്നെ x > 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് a² + bx ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എയും ബിയും ഒക്കെ കോൺസ്റ്റന്റുകളാണ്. നമുക്ക് ഡെറിവേറ്റീവ് b എന്നല്ലേ വരിക വെൻ x > 1. പക്ഷേ വണ്ണിലുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും വണ്ണില് ഈക്വൽ ആയില്ല മതിയാകൂ അല്ലെ? അപ്പൊ ലെഫ്റ്റ് ഡെറിവേറ്റീവ് f'(1) - വണ്ണിലുള്ള ലെഫ്റ്റ് ഡെറിവേറ്റീവ് വേണമെങ്കിൽ വണ്ണിന്റെ ലെഫ്റ്റിലേക്കുള്ള ഡെറിവേറ്റീവില് എക്സിന് 1 കൊടുത്താൽ പോരെ. വണ്ണിന്റെ ലെഫ്റ്റിലേക്കുള്ള എക്സുകൾ എടുത്താൽ, അതായത് വണ്ണിനേക്കാൾ ചെറിയ എക്സുകൾ എടുത്താൽ ഡെറിവേറ്റീവ് -6ax ആണ്. അപ്പൊ എക്സിന് 1 കൊടുത്താൽ -6a എന്നല്ലേ കിട്ടുക. ഇനി ഇതേപോലെ നമുക്ക് റൈറ്റ് ഡെറിവേറ്റീവും കൂടെ എടുക്കാം. f'(1+) അല്ലെ? അതായത് വണ്ണിന്റെ റൈറ്റിലേക്കുള്ള എക്സുകൾ, വണ്ണിനേക്കാൾ വലിയ എക്സുകൾ വരുമ്പോൾ ഡെറിവേറ്റീവ് അത് b ആണല്ലോ. പക്ഷെ ഈ രണ്ട് ഡെറിവേറ്റീവുകളും ഈക്വൽ ആണല്ലോ. അതായത് ബിയും -6aയും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എയിലും ബിയിലുമുള്ള മറ്റൊരു ഇക്വേഷനും കൂടെ കിട്ടി.
ഈ രണ്ട് ഇക്വേഷൻസും കൂടി സോൾവ് ചെയ്താൽ എയും ബിയും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2 എടുത്ത് ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -3a - 2 = a², ബിക്ക് പകരം -6a അല്ലേ. ഇംപ്ലൈസ് ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ a² അല്ലേ, അതേപോലെ -3a + 2 = 0 എന്ന് കിട്ടും. ഇത് എയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ആണ്. സോൾവ് ചെയ്താൽ എക്ക് രണ്ട് വാല്യൂസ് കിട്ടും, 1 അല്ലെങ്കിൽ 2. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എ ഈസ് ഗ്രേറ്റർ ദാൻ 1. എ 1നേക്കാൾ വലുതാണ്. എ 1നേക്കാൾ വലുതായതുകൊണ്ട് എ 1 ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്ക് ഏത് വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുക? 2 ആണ്. എ 2 ആയിട്ട് എടുത്താൽ ബി എന്ത് കിട്ടും? ബി നമുക്ക് -6a എന്നല്ലേ ഇക്വേഷൻ നമ്പർ 2 വന്നിരിക്കുന്നത്. അപ്പോൾ എ 2 ആണെങ്കിൽ ബി -12 എന്ന് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ f(x)നെ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്ക് 2 എന്നും ബിക്ക് -12 എന്നും കൊടുക്കാം. അപ്പോൾ ആദ്യത്തേത് എങ്ങനെ വരും? -6x² - 2 -6x² - 2 ഇതെപ്പോഴാണ്? when x < 1. ഇനി അതേപോലെ തന്നെ a² + b². a 2 ആണ്, b -12 ആണ്. അത് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 4 - 12x. അതെപ്പോഴാണ്? when x < = 1. അപ്പോൾ ഇതാണ് f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ y = f(x)ന്റെ ഗ്രാഫ് വേണം. അതുപോലെ തന്നെ y = -20 എന്ന് പറയുന്ന ലൈനിന്റെ ഗ്രാഫ് വേണം അല്ലേ. അപ്പോൾ ഇത് വരച്ചിട്ട് ഇവർക്ക് ഇടയിൽ വരുന്ന ഏരിയ അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ശരി, ആദ്യം ഞാൻ f(x)ന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് x ആക്സിസ് y ആക്സിസ് ഒക്കെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഒറിജിൻ മാർക്ക് ചെയ്തു. നോക്കി, x < 1 ആണെങ്കിൽ y എന്ന് പറയുന്നത് -6x² - 2 അല്ലേ. എനിക്കതിനെ വേണമെങ്കിൽ 6x² = -y - 2 അഥവാ -y + 2 or x² = -1/6 × y + 2 അല്ലേ. ശരിക്കും നോക്കിയേ, ഇത് x² = -4ay എന്ന രൂപത്തിലുള്ള ഒരു പാരബോളയല്ലേ. x² = -4ay എന്ന് പറഞ്ഞാൽ എ പാരബോള ഓപ്പൺ ഡൗൺവേർഡ്സ്, താഴേക്ക് ഓപ്പൺ ആയിരിക്കുന്ന പാരബോളയാണ്. മാത്രമല്ല ഇവിടെ നോക്കിയേ, y + 2 എന്നായതുകൊണ്ട് തന്നെ ഈ പാരബോളയുടെ വെർട്ടെക്സ് എവിടെയായിരിക്കും? 0, -2ലായിരിക്കുമല്ലോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ 0, -2 വെർട്ടെക്സ് ആയിട്ട് വരുന്ന താഴേക്ക് ഓപ്പൺ ആയിരിക്കുന്ന ഒരു പാരബോളയല്ലേ ഇത്. അപ്പൊ ഞാൻ ആ പാരബോള ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചേക്കാം അല്ലെ. ഇങ്ങനെ വരും. അപ്പൊ ഇത് -2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലെ. വെർട്ടെക്സ് -2ലാണ്, 0, -2ലാണ്. അതുപോലെ താഴേക്ക് ഓപ്പൺ ആയിരിക്കുന്ന പാരബോളയാണ്. പക്ഷെ നമുക്ക് ഇത് എപ്പോൾ മാത്രം മതി? when x < 1. അപ്പൊ x ആക്സിസിലെ 1ന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷൻ മാത്രം മതിയാകും. x ആക്സിസിലെ 1 ഏതാണ്ട് ഇതാ ഇവിടെയാണെന്ന് വിചാരിച്ചു. ഇതാണ് x ആക്സിസിലെ 1 എന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1ന് നേരെ ഇതാണെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷൻ മാത്രം മതിയാകും ഗ്രാഫിന്റെ അല്ലെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, റൈറ്റിലേക്കുള്ള പോർഷൻ അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാം അല്ലെ. റൈറ്റിലേക്കുള്ള പോർഷൻ ഞാൻ അങ്ങ് മായ്ച്ചു, കണ്ടോ. അപ്പൊ 1ന് മുൻപിലേക്ക് ഇതാണ് ഗ്രാഫ് വരുന്നത്. ഇനി 1 കഴിഞ്ഞിട്ടോ, 1 കഴിഞ്ഞാൽ അതായത് x < > 1 ആണെങ്കിൽ, x < 1 ആണെങ്കിൽ y എന്ന് പറയുന്നത് 4 - 12x ആണ് അല്ലെ. അപ്പൊ ഈ 4 - 12x നമുക്ക് എങ്ങനെയാ വരയ്ക്കാൻ പറ്റുക? എക്സിന് 0 കൊടുത്താൽ y 4 കിട്ടും. അപ്പൊ y ആക്സിസിലെ 4ല്, അതുപോലെ തന്നെ yക്ക് 0 കൊടുത്താൽ x 3 കിട്ടും. x ആക്സിസിലെ 3 അല്ലെ. x 1/3 ആ കിട്ടുക, 3 അല്ല 1/3. അപ്പൊ x ആക്സിസിലെ 1/3. അപ്പൊ ഏതാണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ലൈനാ. പക്ഷെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, എക്സിന് 1 കൊടുത്താൽ ഈ കർവ് -8 തരും. എക്സിന് 1 കൊടുത്താൽ ഈ ലൈനും -8 തരും. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ആ പരാബിളയും ഈ ലൈനും x = 1ന് നേരെ ഇന്റർസെക്ട് ചെയ്യും എന്നല്ലേ. അപ്പൊ x = 1ന് നേരെ ഇന്റർസെക്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഈ പോയിന്റിലൂടെ തന്നെ ആ ലൈൻ കടന്നു പോകും. ശരിയാണല്ലോ. അപ്പൊ ആ ലൈൻ ഏതാണ്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം അല്ലെ. യെസ്. പക്ഷേ
1ന് ശേഷമുള്ള എക്സുകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1ന് മുൻപിലേക്ക് എക്സ് ആക്സിസിലെ 1ന് മുൻപിലേക്കുള്ള പോർഷൻ നമുക്ക് മായിച്ചു കളയാം. ശരിയാണോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഈ പോർഷന്റെ ആവശ്യം എനിക്ക് ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് മതിയാകും. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫായിട്ട് വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി വരച്ചേക്കാം. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ്. 1ന്റെ ലെഫ്റ്റിലേക്ക് ഒരു ഫംഗ്ഷൻ, 1ന് ശേഷം മറ്റൊരു ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ ഗ്രാഫ് വരച്ചത്? യെസ്. ഇനി നമുക്ക് എന്തിന്റെ ഗ്രാഫും കൂടെ വേണം? y = -20യുടെ ഗ്രാഫും കൂടെ വേണം. y = -20 എന്ന് പറഞ്ഞാൽ y ആക്സിസിലെ -20 ഇവിടെയാണെന്ന് വെച്ചു. അപ്പൊ ഞാൻ അറിയാൻ വേണ്ടി കുറെ താഴോട്ടായിരിക്കും, അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി ഞാൻ അവിടെ വരയ്ക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ അല്ലെ, y ആക്സിസിലെ -20യിലൂടെ കടന്നു പോകുന്ന ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ ഇതാണ് y = -20യുടെ ഗ്രാഫ്. അപ്പൊ നമുക്ക് വേണ്ട ഏരിയ, ഇതിന് ബിറ്റ്വീനുള്ള ഏരിയ. ഇതിന് ബിറ്റ്വീനുള്ള ഏരിയ എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിതാ ഈ ഷെയ്ഡ് ചെയ്ത് വെക്കുന്ന ഏരിയ അല്ലെ, ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എക്സ് ആക്സിസിൽ ഈ ഏരിയ എവിടെ മുതൽ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നറിയണം. എക്സ് ആക്സിസിൽ ഈ ഏരിയ എവിടെ മുതൽ എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നറിയണമെങ്കിൽ ഈ കർവുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ വേണം. ശരിയാണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കർവുകളും കൂടി നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ശരിയല്ലേ? ആദ്യം y = -20യും y = -6x² - 2 കൂടെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് y = -6x² - 2ഉം അതുപോലെ തന്നെ y = -20യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് -20 = -6x² - 2 എന്ന് കൊടുക്കാം. ശരിയാണല്ലോ അല്ലെ? അപ്പൊ അവിടെ നിന്ന് എനിക്ക് 6x² = +18 എന്ന് കിട്ടും. അപ്പൊ x² നമുക്ക് 3 എന്ന് കിട്ടും. x എന്ന് പറയുന്നതോ ±√3. അപ്പൊ x ±√3. അപ്പൊ നമ്മുടെ ഫിഗറിലേക്ക് വന്നാൽ ദാ ഈ പോയിന്റ്, ഏത് പോയിന്റ്? അതായത് അല്ലെ, ഇതല്ലേ y = -20 എന്ന് പറയുന്ന ലൈനും അതുപോലെ തന്നെ ആ പരാബോളയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അത് എക്സ് ആക്സിസിലെ -√3 ആണെന്ന് കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഇതിന് നേരെ എക്സ് ആക്സിസില് -√3 ആണ്. നെഗറ്റീവ് എക്സ് ആക്സിസിലായതുകൊണ്ടാണ് -√3 എടുത്തത്. പോസിറ്റീവ് എക്സ് ആക്സിസിലും ഇവർ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് നമ്മുടെ ഗ്രാഫിൽ ഇല്ല. അപ്പൊ -√3. ശരിയാണല്ലോ? ഇനി ഒരു കാര്യം ചെയ്താലോ? ഇനി നമുക്ക് ഈ ലൈനും അല്ലെ 4 - 12x എന്ന് പറയുന്ന ലൈനും y = -20യും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കാം. അപ്പോൾ y = 4 - 12x, അതുപോലെ തന്നെ y = 4 - 12x ആൻഡ് y = -20. ഇവരെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എടുക്കാം. അതായത് -20 = 4 - 12x എന്നല്ലേ? അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് 12x = 24 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 2 എന്നല്ലേ കിട്ടുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ആ ലൈനും അതുപോലെ തന്നെ y = -20യും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 2. അപ്പൊ ദാ ഇവിടെ x എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? എക്സ് ആക്സിസിലെ 2 ആണ് ഇവിടെ. ഓക്കെ, ഇത് 2. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അപ്പർ കർവ് മൈനസ് ലോവർ കർവ് അങ്ങനെ എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് റിക്വയർഡ് ഏരിയ = ഇന്റഗ്രൽ, നോക്കി, ഇവിടം മുതൽ ഈ പോയിന്റിന് നേരെ വരെ പരാബോളയ്ക്കും y = -20ക്കും ഇടയിലുള്ള ഏരിയ. എന്നാൽ ഈ പോയിന്റ് മുതൽ ഇവിടം വരെ ആ ലൈനിനും അതുപോലെ തന്നെ y = -20ക്കും ഇടയിലുള്ള ഏരിയ. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഏതൊക്കെ പോയിന്റ്? -√3 മുതൽ 1 വരെ അല്ലെ? -√3 മുതൽ 1 വരെ. എക്സ് ആക്സിസിൽ നോക്കി, -√3 മുതൽ 1 വരെ അല്ലേ ആ റീജിയൻ വന്നിരിക്കുന്ന? ഏതാ? ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുമ്പോൾ -√3 മുതൽ 1 വരെ. ശരിയാണല്ലോ? അപ്പൊ -√3 മുതൽ 1 വരെ അപ്പർ കർവിലെ y മൈനസ് ലോവർ കർവിലെ y. അപ്പർ കർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരബോള ഏതാ? -6x² - 2 -6x² - 2 മൈനസ് ലോവർ കർവ്. ലോവർ കർവ് ഏതാ? y = -20 × dx. തീർന്നില്ല, പ്ലസ്. ഇനി നമുക്ക് എവിടെ തൊട്ടതാ?
ഈ റീജിയൻ വേണമല്ലോ. അതെവിടെ തൊട്ട് എവിടെ വരിക? 1 തൊട്ട് 2 വരെയല്ലേ അല്ലെ? എക്സ് ആക്സിസിലെ 1 തൊട്ട് 2 വരെയാണ്. അപ്പോൾ 1 മുതൽ 2 വരെ ഇന്റഗ്രൽ 1 to 2. അവിടെയും അപ്പർ കർവിലെ y മൈനസ് ലോവർ കർവിലെ y. അപ്പർ കർവ് അവിടെ ആ സ്ട്രൈറ്റ് ലൈൻ ആണ്. 4 മൈനസ് 12x അല്ലേ അത്? അപ്പോൾ അവിടുത്തെ y 4 മൈനസ് 12x ആണ്. മൈനസ് ലോവർ കർവിലെ y എന്ന് പറഞ്ഞാൽ y is equal to മൈനസ് 20യുടെ കാര്യം അല്ലെ? ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. അതായത് ഇന്റഗ്രൽ -√3 to 1 മൈനസ് 6x സ്ക്വയർ, ഇത് -2 പ്ലസ് 20 അല്ലെ പ്ലസ് 18 എന്ന് കിട്ടും ഇൻറ്റു ഡി എക്സ്, പ്ലസ് ഇന്റഗ്രൽ 1 to 2, ഇവിടെ ഇത് 24 മൈനസ് 12x എന്നും കിട്ടും ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ 22 പ്ലസ് 12√3 എന്നായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ആൽഫ പ്ലസ് β√3 രൂപത്തിലൊരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫയും ബീറ്റയും. അപ്പോൾ ഇവിടെ ആൽഫയായിട്ട് വന്നിരിക്കുന്ന നോക്കിയ മക്കളെ എന്താ അത്? 22 അല്ലേടാ? ആൽഫ 22. അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞാലോ? ബീറ്റ എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫ പ്ലസ് ബീറ്റയാണ്. ക്വസ്റ്റ്യനിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 22 പ്ലസ് 12 എന്ന് കിട്ടും. 34 അല്ലേ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഫൈനൽ ആൻസർ 34 ആണ്. അപ്പോൾ ഇതൊരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് കിട്ടേണ്ടത് എന്താ? 34 ആണ്. സോ 34 ഈസ് ദി കറക്റ്റ് ആൻസർ.